Dear students, in this video we shall continue our discussions on Articles of Association. MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പേപ്പറിൽ എല്ലാ വർഷവും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നിന്നും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നിന്നും 5 മാർക്കിനും 15 മാർക്കിനുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2018, 19, 18 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നത്. 19 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. മെമ്മോറാണ്ടം ആണെങ്കിൽ എന്താ, പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദി ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം. 2019 കണ്ടൻസ് ആൻഡ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദി ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം. 2021 വന്നിരിക്കുന്നത് ലിമിറ്റേഷൻസ് ഓൺ ദി പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം. നമുക്ക് ലിമിറ്റേഷൻസ് ഓൺ ദി പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അത് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആ ആൻസറിൽ നിന്നും 3 പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദി ലിമിറ്റേഷൻ ഓഫ് പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം. അതിനൊരു നമ്മൾ ആ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ലിമിറ്റേഷൻസ് ടു ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസിൽ നിന്നും പ്രധാനമായിട്ടും 3 പോയിന്റുകൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതിലൊന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്, മസ്റ്റ് നോട്ട് ബി അഗെൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. അപ്പം എനി ഓൾട്ടറേഷൻ ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ മസ്റ്റ് നോട്ട് ബി അഗെൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഇതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്, മസ്റ്റ് നോട്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദി മെമ്മോറാണ്ടം. അപ്പം എന്ത് ഓൾട്ടറേഷൻ നടത്തിയാലും അത് മെമ്മോറാണ്ടത്തിൻ്റെ കണ്ടൻസിനോ അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടറിനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. ഒരു കമ്പനിയുമായിട്ട് നടത്തപ്പെടുന്ന എല്ലാ ഓൾട്ടറേഷൻസും അത് മെമ്മോറാണ്ടത്തിലാണെങ്കിലും ആർട്ടിക്കിൾസ് ആണെങ്കിലും അത് വിതിൻ ദി ലിമിറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻട്രാവേഴ്സ് ദി മെമ്മോറാണ്ടം. എനി ഓൾട്ടറേഷൻ, ഇത് whether it is in the memorandum or in articles, it should be within the limits of memorandum, intraverse the memorandum. ഇനി മൂന്നാമത്തെ ലിമിറ്റേഷനായിട്ട്, എനി ഓൾട്ടറേഷൻ അല്ലെങ്കിൽ എല്ലാ ഓൾട്ടറേഷൻസും മസ്റ്റ് ബി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ ആകാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ലിമിറ്റേഷൻസ് റിലേറ്റഡ് ടു ദി പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം വന്നു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ലിമിറ്റേഷൻസ് റിലേറ്റഡ് ടു ദി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മളതിലൊരു 9 പോയിന്റുകളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ 9 പോയിന്റിൽ നിന്ന് ഒരു 3 പോയിന്റുകൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിമിറ്റേഷൻസ് ഓൺ ദി പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം ആകും. 2021 ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന്, ഇപ്പം 21 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 5 അല്ലാതെ 8 മാർക്കായിട്ട് വരും. അപ്പോൾ അതിൽ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓൺ ദി പവർ ഓഫ് എ കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം, അത് 5 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യനായിട്ട് എക്സ്പ്ലെയിൻ ദി പ്രൊവിഷൻ ഫോർ ദി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പം പ്രൊവിഷൻസ് ഫോർ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇത് രണ്ടും അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് 2021 ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഈ 5 മാർക്കിന് പ്രൊവിഷൻസ് ഫോർ ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് റെഫറൻസ് ബുക്കിൽ നോക്കിയാലും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എന്താ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പാസ്സാക്കണം. പാസിംഗ് ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആൻഡ് ഈ ഒരു റെസൊല്യൂഷൻ, ഫയലിംഗ് ഓഫ് ദിസ് റെസൊല്യൂഷൻ വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഓഫ് പാസിംഗ് ഓഫ് ദിസ് റെസൊല്യൂഷൻ. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെറിയ പാരഗ്രാഫേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെന്താ, ഈ പാരഗ്രാഫിന് പുറമെ ലിമിറ്റേഷൻസ് ടു ഓൾട്ടറേഷൻസിൽ പറഞ്ഞിരിക്കുന്ന ആ 9 പോയിന്റുകളും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അതിന് 5 മാർക്കിനോ 8 മാർക്കിനോ ഉള്ള ആൻസറായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി ഓർമ്മയിലിരിക്കട്ടെ. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തതായിട്ട് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. The first point is related to the nature of documents.
അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ദി ചാർട്ടർ ഓഫ് എ കമ്പനി. ഏറ്റവും ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ നേഷൻ. At the same time, articles of a company is a document which regulates the internal management of the company. Articles regulates the internal management of the company. Memorandum of association is like the charter of a company, or we can say like the constitution of a nation. Secondly, relationship. Memorandum defines the relation of the company with outside world. Memorandum എന്താ? പുറം ലോകവുമായിട്ട് ഔട്ട്സൈഡേഴ്സുമായിട്ട് ഉള്ള കമ്പനിയുടെ റിലേഷൻഷിപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേറസ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് ഡീൽ വിത്ത് ദി റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഇന്റേണൽ മാനേജ്മെന്റ്. ആർട്ടിക്കിൾസ് എന്താണ്? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ റൈറ്റ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഒരു കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അതേസമയം മെമ്മോറാണ്ടങ്ങളിൽ എന്താ? കമ്പനിയും ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ദെൻ സ്റ്റാറ്റസ് മൂന്നാമത്തെ പോയിന്റാണ്. മെമ്മോറാണ്ടം ഈസ് ദി സുപ്രീം ഡോക്യുമെന്റ്. മെമ്മോറാണ്ടം സുപ്രീം ഡോക്യുമെന്റ് ആണ്. ആർട്ടിക്കിൾസ് ഈസ് സബോർഡിനേറ്റ് ടു ദി മെമ്മോറാണ്ടം. ദെൻ ദി ഫോർത്ത് പോയിന്റ് ഈസ് നീഡ് ഫോർ ഫയലിംഗ് ഡോക്യുമെന്റ്സ്. എല്ലാ കമ്പനികൾക്കും എന്താണ്? അതിൻ്റെ ഒരു ഇറ്റ്സ് ഓൺ മെമ്മോറാണ്ടം. എല്ലാ കമ്പനികൾക്കും അതിൻ്റേതായ ഒരു മെമ്മോറാണ്ടം ഉണ്ടായിരിക്കണം. എവറി കമ്പനി മസ്റ്റ് ഹാവ് ഇറ്റ്സ് ഓൺ മെമ്മോറാണ്ടം. ബട്ട് മോഡൽ ആർട്ടിക്കിൾസ് ഇൻ ദി കമ്പനീസ് ആക്ട് 2013. അപ്പം കമ്പനികൾക്ക് വേണമെങ്കിൽ 2013 ആക്ടിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾസ് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഓരോ തരത്തിലുള്ള കമ്പനികൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ? അത് വേണമെങ്കിൽ കമ്പനികൾക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാ കമ്പനികൾക്കും സ്വന്തമായിട്ട് തന്നെ അതിൻ്റേതായ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുകയും ചെയ്യണം. ദെൻ ഓൾട്രേഷൻ. മെമ്മോറാണ്ടം കനോട്ട് ബി ഓൾട്ടേർഡ് എക്സെപ്റ്റ് ഇൻ ദി മാനർ ആൻഡ് ടു ദി എക്സ്റ്റെൻറ്റ് പ്രൊവൈഡഡ് ബൈ ദി ആക്ട്. ഇപ്പം മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മാനറിലും പ്രൊവിഷൻസിനും അനുസരിച്ചായിരിക്കണം. അതേസമയം ആർട്ടിക്കിൾസ് ബീയിങ് ഓൺലി ദി ബൈലോസ് ഓഫ് ദി കമ്പനി ക്യാൻ ബി ഓൾട്ടേർഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ആർട്ടിക്കിൾസിൻ്റെ ഓൾട്ടറേഷൻ എന്താ? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സോ മെമ്പേഴ്സോ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ ആർട്ടിക്കിൾസ് ക്യാൻ ബി ഓൾട്ടേർഡ്. ഇനി ഇങ്ങനെ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുക. രണ്ട് പ്രൊവിഷൻസേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ലീഗൽ ഇഫക്റ്റ്. എ കമ്പനി കനോട്ട് ഡിപ്പാർട്ട് ഫ്രം ദി പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്സ് മെമ്മോറാണ്ടം. കമ്പനിക്ക് ഒരിക്കലും മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറാൻ പാടില്ല. കനോട്ട് ഡിപ്പാർട്ട് ഫ്രം ദി പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ദി മെമ്മോറാണ്ടം. ദെൻ ഇഫ് ഇറ്റ് ഡസ് ഇറ്റ് വുഡ് ബി അൾട്രാവേഴ്സ് ദി കമ്പനി. ഇനി അതെന്താ? അൾട്രാവേഴ്സ് ദി കമ്പനി ആയിട്ട് മാറും. എനിത്തിങ് ഡൺ അഗൈൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ബട്ട് വിച്ച് ഈസ് ഇൻട്രാവേഴ്സ് ദി മെമ്മോറാണ്ടം ക്യാൻ ബി റാറ്റിഫൈഡ്. ഇപ്പം ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻസിനെതിരായിട്ടല്ലെങ്കിൽ ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻസിന് എബോവ് നമ്മളെന്താ അതിനുപരിയായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഇഫ് ദാറ്റ് ഈസ് വിതിൻ ദി പവേഴ്സ് ഓഫ് മെമ്മോറാണ്ടം ദാറ്റ് ക്യാൻ ബി റാറ്റിഫൈഡ്. മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും റാറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകളാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ലീഗൽ ഇഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. എന്താണ് ഇതിൻ്റെ ലീഗൽ ഇഫക്ട്സ് മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും? ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് വെൻ രജിസ്റ്റേർഡ് ബൈൻഡ് ദി കമ്പനി ആൻഡ് ദി മെമ്പേഴ്സ് ടു സെയിം എക്സ്റ്റൻസ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയെയും മെമ്പേഴ്സിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ബൈൻഡ് ദി കമ്പനി ആൻഡ് ദി മെമ്പേഴ്സ് ടു ദി സെയിം എക്സ്റ്റെൻറ്റ് ആസ് ഇഫ് ദേ ഹാഡ് സൈൻഡ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. ഇപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സും തമ്മിൽ ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലീഗൽ ഇഫക്റ്റ് അതാണ്. ഒരു മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കമ്പനിയും മെമ്പേഴ്സും തമ്മിൽ ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രീതിയിലാവുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് അതാണ്. ദെൻ ദി ഇഫക്റ്റ് ഓഫ് ദീസ് പ്രൊവിഷൻസ് ഈസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് though the memorandum and articles of a company a contract between each member of the company. അതുപോലെ തന്നെ എന്താ? കമ്പനിയിലെ ഓരോ മെമ്പറും തമ്മിൽ മെമ്പർമാർക്കിടയിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ്.
അപ്പം കമ്പനിയും മെമ്പേഴ്സും തമ്മിലും ദെൻ ഇൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഒരു കോൺട്രാക്ട് ഉണ്ടാകുന്ന രീതിയിലാണ് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലീഗൽ ഇമ്പാക്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് മെമ്പേഴ്സ് ടു ദി കമ്പനി. The memorandum and the articles constitute a binding contract between each member and the company. The effect of this is that each member is bound to the company as if he was actually signed the memorandum and the articles. എന്താണ്, ഓരോ മെമ്പറും മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും സബ്സ്ക്രൈബ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഇഫക്റ്റിലേക്ക് മാറുന്നു. ഒരു മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിയിലെ ഓരോ മെമ്പറും ആ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലീഗൽ ഇമ്പാക്ട്. ദ നെക്സ്റ്റ് ഈസ് കമ്പനി ടു ദി മെമ്പേഴ്സ്. ഇപ്പം കമ്പനി ഈസ് ബൗണ്ട് ടു ദി മെമ്പേഴ്സ് by the various provisions contained in the memorandum and the articles of association the same way as the members are bound to the company. അപ്പം മെമ്പേഴ്സിന് കമ്പനിയോട് ബാധ്യത ഉള്ളതുപോലെ തന്നെ കമ്പനിക്ക് മെമ്പേഴ്സിനോടും ബാധ്യത ഉണ്ടാകുന്നു. ഇതിൻ്റെ സെയിം ഇഫക്റ്റ് ആണ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സുമായിട്ട് ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ദെൻ കമ്പനിയും അതിൻ്റെ മെമ്പേഴ്സും തമ്മിലും ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. അപ്പം കമ്പനിക്ക് എന്താണ്, മെമ്പേഴ്സിനോടും ബാധ്യത ഉണ്ടാകും. മെമ്പേഴ്സിന് കമ്പനിയോടും കമ്പനിക്ക് മെമ്പേഴ്സിനോടും ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇൻ ദി സെയിം വേ ആസ് ദി മെമ്പർ every member is entitled to sue the company to prevent any breach of the articles which would affect the right as a member of the company. അപ്പം ഓരോ മെമ്പറിനും കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ റൈറ്റ് ഉണ്ട് if there is any breach of articles. Then the third point, members interest. അതുപോലെ എന്താ, മെമ്പർമാർക്കിടയിലും പരസ്പരമായിട്ടും ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. അപ്പം കമ്പനിയും മെമ്പേഴ്സുമായിട്ടും അതുപോലെ തന്നെ മെമ്പേഴ്സുമായിട്ടും ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ഈച്ച് മെമ്പർ ഓഫ് എ കമ്പനി ഈസ് ബൗണ്ട് ബൈ ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ടു അതർ മെമ്പേഴ്സ്. അപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഓരോ മെമ്പറിനും മറ്റ് മെമ്പേഴ്സുമായിട്ട് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ ലീഗൽ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു അവകാശം എന്താണ്, കമ്പനി മുഖാന്തരമേ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് കമ്പനി ടു ഔട്ട്സൈഡേഴ്സ്. ആർട്ടിക്കിൾസ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എനി കോൺട്രാക്ട് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി ഔട്ട്സൈഡർ. കമ്പനിയും ഔട്ട്സൈഡറുമായിട്ട് ആർട്ടിക്കിൾ ഒരു കോൺട്രാക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ആൻ ഔട്ട്സൈഡർ ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട് ആൻഡ് ദെയർഫോർ കനോട്ട് സ്യൂ ഓൺ ഇറ്റ്. ഈ പറയുന്ന 4 പോയിന്റുകൾ എന്താണ്, ലീഗൽ ഇഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ ഇഫക്റ്റ് എന്തായിരിക്കും, ഇത് പ്രധാനമായിട്ട് നമ്മൾ 4 പോയിന്റുകളിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫക്റ്റ് ഓൺ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, ദെൻ കമ്പനി ടു മെമ്പേഴ്സ്, മെമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ആൻഡ് കമ്പനി ടു ഔട്ട്സൈഡേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം. ഇപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് മാറുന്നു. ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി മാറുന്നതോടുകൂടി എന്താണ്, ദേ ആർ ഓപ്പൺ ആൻഡ് അക്സസിബിൾ ടു ഓൾ. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും പബ്ലിക് ഡോക്യുമെൻ്റുകളായിട്ട് മാറുന്നതുകൊണ്ട് ഇതാർക്ക് വേണമെങ്കിലും മെമ്മോറാണ്ടവും ആർട്ടിക്കിളും കരസ്ഥമാക്കാനും വായിക്കാനും സാധിക്കും. ദെൻ ദേ ആർ ഓപ്പൺ ആൻഡ് അക്സസിബിൾ ടു ഓൾ. These documents are open for public inspection on payment. എന്താ, പൊതുജനങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തി അതിൽ നിശ്ചിത ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഇൻസ്പെക്ഷൻ ലഭിക്കും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വായിക്കാനായിട്ട് കിട്ടും, ഇൻസ്പെക്ഷൻ ലഭിക്കും. ആൻഡ് therefore it is presumed that everyone dealing with the company, whether a shareholder or an outsider, have read the 2 documents. This deemed knowledge of the contents of these 2 documents is known as constructive notice of memorandum and articles. അപ്പം ഒരു കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർ ഏർപ്പെടുന്നവർ
ഈ രണ്ട് ഡോക്യുമെൻറ്റുകളും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു എന്താണ് ഈ ഒരു ഡീം നോളജ്, ഇങ്ങനെ ഒരു അറിവുണ്ട്. കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മെമ്മോറാണ്ടത്തിനെ കുറിച്ചും ആർട്ടിക്കിൾസിനെ കുറിച്ചും അറിവുണ്ട് എന്നുള്ള ഒരു ഡീംഡ്, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയാണ് കണക്കാക്കുന്നത്. ദിസ് ഡീം നോളജ് ഓഫ് ദി കണ്ടൻസ് ഓഫ് ദീസ് ടു ഡോക്യുമെന്റ്സ് ഈസ് നോൺ ആസ് ദി കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഇത് ചിലപ്പോൾ എത്രയാണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 5 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ദി ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്? The next is doctrine of indoor management. So the doctrine of indoor management is an exception to the rule of constructive notice. Rule of constructive notice എന്താണ്? കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും പബ്ലിക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഈ 2 ഡോക്യുമെൻറ്റുകളും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു അസംഷനാണ്. ഈ ഒരു അസംഷൻ എന്താണ് നമ്മൾ പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണ്. ഈ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന ആ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സെപ്ഷനാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്. ദി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദി റൂൾ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദി കമ്പനി ഈസ് ഡീംഡ് ടു ഹാവ് നോളജ് ഓഫ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി. ഈ ഒരു അസംഷൻ എന്താണ്? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദി കമ്പനി ഈസ് ഡീംഡ് ടു ഹാവ് നോളജ് ഓഫ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി, ബട്ട് he is not bound to enquire the internal affairs of the company as to whether they are being conducted in accordance with the articles of the company. പക്ഷെ കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിനനുസരിച്ചാണോ എന്ന് ഇൻസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. So he has the right to assume that internal proceedings and affairs of the company are being regularly carried on in accordance with the rules and regulations. ഇപ്പോൾ കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആൾക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് ആർട്ടിക്കിൾസിന്റെ പ്രൊവിഷൻസിനനുസരിച്ചാണ് എന്ന് അസ്യൂം ചെയ്യുന്നതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. Then this limitation to the doctrine of constructive notice is called doctrine of indoor management. ഈ ഒരു ലിമിറ്റേഷൻ ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഈ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിനും 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. Thus, whereas the doctrine of constructive notice protect the company against the outsiders, the doctrine of indoor management seeks to protect outsiders against the company. ഈ 2 പോയിന്റും കൂടെ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റും കൂടെ ഓർമ്മയിലിരിക്കണം. The doctrine of constructive notice protect the company against outsiders. The doctrine of indoor management seeks to protect outsiders against the company. Then exceptions to the doctrine of indoor management. നമ്മൾ പ്രധാനമായിട്ടും എന്താ, what do you mean by doctrine of constructive notice, or what is doctrine of constructive notice, or what is doctrine of indoor management? ഇനി ഈ ഇൻഡോർ മാനേജ്മെന്റ് ഡോക്ടറിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഡോർ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ഡോക്ടറിന് എന്താണ്, അതില്ലാതാവും, അതിന് എക്സെപ്ഷൻ ഉണ്ടാകും, കമ്പനിക്ക് എക്സെപ്ഷൻ കിട്ടും. ദെൻ നമ്പർ 1, ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. Where a person dealing with a company has actual or constructive notice of the irregularity as regards the internal management. ഒരു കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആൾക്ക് കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിൽ ഇറഗുലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ he cannot plead doctrine of indoor management. അങ്ങനെയാണെങ്കിൽ എന്താ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പ്ലീഡ് ചെയ്യാനും ആ ഡീലിങ്സിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയില്ല. സെക്കൻഡ്ലി, നെഗ്ലിജൻസ്. Where a person dealing with the company would discover the irregularity if he had made proper inquiries. ഒരു കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്നയാൾ കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നു എങ്കിൽ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിൽ ഇറഗുലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി കൃത്യമായ അന്വേഷണം നടത്താതെയാണ് കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്നതും ആ ഡീലിങ്സ് മുഖാന്തരം വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയാണ് എങ്കിൽ he cannot claim
ബെനിഫിറ്റ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഇപ്പം നെഗ്ലിജൻ്റ് ആകാൻ പാടില്ല, വിജിലൻ്റ് ആയിരിക്കണം. ആവശ്യമായി അന്വേഷണം നടത്തിയിരിക്കണം. അന്വേഷണം നടത്തിയാൽ ഇറഗുലാരിറ്റി മനസ്സിലാക്കാമെന്നുണ്ടായിരുന്നുവെങ്കിൽ such a person cannot claim the benefit of the doctrine of indoor management. Then മൂന്നാമത് acts void ab initio and forgery. ഒരു കമ്പനിയുടെ പ്രവർത്തനം എന്താ? അതിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഫ്രം ദി വെരി ബിഗിനിങ് അത് വോയിഡാണ്, അതുപോലെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് എങ്കിൽ അങ്ങനെ വരുന്ന ഒരു കേസിൽ പെടുന്ന ഒരാൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആളുകൾക്കും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. Then the fifth point is acting outside the scope of his authority. If an agent of the company enters into a contract with a third party and the act of the agent is beyond the scope of his authority, the company is not bound. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഏജന്റ് അയാളുടെ അധികാരപരിധിക്ക് വെളിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഏജന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കമ്പനിക്ക് ഒരിക്കലും ലീഗലി ബൈൻഡിങ് ആകുകയില്ല, കമ്പനിക്ക് ബാധ്യത ഉണ്ടാവുകയില്ല. Then no knowledge of the contents of the articles. A person who has not actually read the memorandum and articles of a company and who has not at the time entered the contract was aware of their contents cannot seek to rely on the statement contained in it. എന്താണ്? കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിനെ കുറിച്ചോ ആർട്ടിക്കിളിനെ കുറിച്ചോ യാതൊരു അറിവുമില്ല എങ്കിൽ he cannot claim the benefit of doctrine of indoor management. അപ്പം ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന് 5 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റും അതിൻ്റെ എക്സെപ്ഷൻസും വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു പാർട്ടാണ്. Then next is conversion of companies already registered. എന്താ? ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ, ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറ്റുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനിയായിട്ട് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് എന്താണ്? ഇത് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 18 കൊടുത്തിരിക്കുന്നത്. ദി 2013 ആക്ട് പ്രിസ്ക്രൈബ്സ് എ ജനറൽ പോളിസി റിഗാർഡിംഗ് കൺവേർഷൻ ഓഫ് കമ്പനീസ് ഫ്രം വൺ ക്ലാസ് ടു അനദർ. 2013 കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 18 പൊതുവായ ഒരു പോളിസിയുടെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ കൺവേർഷൻ ഓഫ് കമ്പനീസ് ഫ്രം വൺ ക്ലാസ് ടു അനദർ, a company of any class registered under the act may convert itself as a company of the another class by alteration of the memorandum and articles. ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കിലേക്കോ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലേക്കോ അല്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി അതിൻ്റെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഓൾട്ടർ ചെയ്യണം. ഈ ഒരു ഇഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഓൾട്ടർ ചെയ്യണം. ദെൻ ദി ഫോളോയിങ് ആർ ദി റൂൾസ് ഫോർ കൺവേർട്ടിങ് എ കമ്പനി ഫ്രം വൺ ക്ലാസ് ടു അനദർ. ഇതും വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. റൂൾസ് റിഗാർഡിംഗ് കൺവേർഷൻ ഓഫ് കമ്പനി ഫ്രം വൺ ക്ലാസ് ടു അനദർ. ദി ഫസ്റ്റ് വൺ ഈസ് ദി കമ്പനി ഷുഡ് ഓൾട്ടർ ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സോ ആസ് ടു ഫിറ്റ് ഇൻ ദി നോംസ് റിഗാർഡിംഗ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി വിച്ച് ഇറ്റ് ഡിസൈഡ്സ് ടു കൺവേർട്ട് ഇൻ ടു. ഒരു കമ്പനി എന്താണ്? അതിൻ്റെ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഓൾട്ടർ ചെയ്യുക. ഏത് കാറ്റഗറിയിൽ പെടുന്ന കമ്പനിയിലേക്കാണോ കമ്പനി മാറാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറിയിൽ പെടുന്ന രീതിയിലുള്ള ഒരു മെമ്മോറാണ്ടം ആക്കിയിട്ടത് മെമ്മോറാണ്ടം ആർട്ടിക്കിളുമായിട്ടത് ഓൾട്ടർ ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ദി കമ്പനി ഹാസ് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ കൺവേർഷൻ ടു ദി രജിസ്ട്രാർ. ദി ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഓൾട്ടറിംഗ് ദി മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സെക്കൻഡ് പോയിന്റ് ഈസ് ഫയലിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ കൺവേർഷൻ ടു ദി രജിസ്ട്രാർ. മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഓൾട്ടർ ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ദെൻ 3, if the registrar is satisfied that the norms regarding the conversion is satisfied, is complete അല്ലെങ്കിൽ റെഗുലർ, എല്ലാം രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, if the registrar is satisfied that the norms regarding conversion is intact അല്ലെങ്കിൽ conversion is legal, then he may close the formal registration of the company and after registering the memorandum and articles issue a certificate of incorporation in the same manner as in the first registration. രജിസ്ട്രാർ കമ്പനിയുടെ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്സും
അത് പ്രോപ്പറാണ് എന്ന് രജിസ്ട്രാറിന് ബോധ്യമായി കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിലുള്ള കമ്പനിയിലേക്കാണോ കമ്പനിക്ക് മാറേണ്ട ആ രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്സും പ്രോപ്പറാണ് എന്ന് രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആയിരിക്കണം. Then the fourth point, the company has to make an application to the tribunal for approval. After getting the tribunal, ഇപ്പം നമ്മളെന്തായത് അടുത്തൊരു പോയിന്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദി കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് കമ്പനി, ദർ ഈസ് എ ഫോർത്ത് സ്റ്റെപ്പ് റിക്വയർഡ്. ഇപ്പം ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ 3 പോയിന്റിന് പുറമെ അഡീഷണൽ ആയിട്ടൊരു 4ാമത്തെ സ്റ്റെപ്പും കൂടി ആവശ്യമായിട്ട് വരും. ദി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇൻ കേസ് ഓഫ് കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് കമ്പനി, ദി ഫോർത്ത് സ്റ്റെപ്പ്, ദി കമ്പനി ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ദി ട്രിബ്യൂണൽ ഫോർ അപ്രൂവൽ. ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിൻ്റെ പ്രയർ അപ്രൂവൽ കിട്ടണം. ആഫ്റ്റർ ഗെറ്റിംഗ് ദി അപ്രൂവൽ, ദി കമ്പനി ഹാസ് ടു അപ്രോച്ച് ദി രജിസ്ട്രാർ ഫോർ ഗെറ്റിംഗ് ദി ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 14. ഇത്രയുമാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിളും വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. എല്ലാ വർഷങ്ങളിലും ഒരു മിനിമം 10 മാർക്സിനെങ്കിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും വരാറുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.